എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ഇത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അപ്രതീക്ഷിതമായ ഒരു വമ്പൻ ട്വിസ്റ്റ്. ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ അതീവ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത്. എന്താണ് അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ. എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോ കൃഷ്ണക്കണിയാർ എഴുതി വെച്ച എത്ര ശരിയാ? എന്താ എനിക്കിപ്പോ ശുക്രദശയാണെന്ന് കൃഷ്ണക്കണിയാർ എഴുതി വെക്കാത്തൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് കണ്ടകശനിയാണെന്ന്. എന്തെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാള് ആ ഒരു സമയത്ത് ഇയാള് ചെയ്ത സമയത്ത് പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോഴൊന്നും മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണം. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഈ നിമിഷം പുറത്തു വരികയാണ്. ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമന്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു. എന്താന്ന് വെച്ചാൽ കൊടുക്കേ, കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്, എല്ലാരും അടിച്ചു കയറി വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഞാൻ ഇങ്ങനെയൊക്കെയാ. മാഷ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നടൻ മുകേഷിനെതിരെ ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ. അയ്യോ, അത് വെറും തോന്നല. ടെസ് പലതവണ മുറിയിലേക്ക് വിളിപ്പിച്ചെന്ന് ടെസ് ജോസഫ് പറയുന്നു. 2018 ഉന്നയിച്ച ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നത്. വിരള് വായി ചുറിഞ്ചിക്കോ. ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരാ. അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാനൊരു കാര്യം ചോദിക്കും, എസ് ഓർണോ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെന്തേ അവർ പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യം നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര ഉയർത്തുന്നത്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ? അതെ. ശ്രീലേഖ മിത്ര ഇത്തരത്തിലൊരു അനുഭവം മലയാള സിനിമയിൽ നിന്നുണ്ടായി എന്നൊരു വിവരം അറിഞ്ഞാണ് നമ്മൾ അവരുടെ പ്രതികരണം എടുത്തത്. ഏതായാലും അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ സംവിധായകൻ വൈശാഖ് ഇപ്പൊ ഉപയോഗിക്കുന്ന ആ പ്രയോഗം കടം കൊണ്ടാൽ കാസ്റ്റിംഗ് കൗച്ച്, ആ കാസ്റ്റിംഗ് കൗച്ചിന് ശ്രീലേഖ മിത്ര അന്ന് തയ്യാറായില്ല. നിങ്ങൾക്കൊരു നാനാഭിമാനമില്ലേ എന്ന് ചോദിക്കണം. മറ്റൊരു വാർത്ത വരുന്നു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തകൾ ഈ നിമിഷം വരികയാണ്. സീതാദേവി അന്വേഷിച്ചുകൊണ്ട് ലങ്കാപുരിയിൽ പ്രവേശിച്ച സമയത്തിങ്കൽ സ്ത്രീജനങ്ങൾക്കിടയിൽ ആ വിദ്വാൻ എന്താ കാര്യം? മണിയമ്പല രാജചേട്ടൻ്റെ ഭാര്യയായിട്ടാണ് അതിൽ അഭിനയിക്കാൻ പോയത്. സമയത്ത് പുള്ളിക്കാരൻ എന്നോട് പരിചയപ്പെടുന്നു, ചോദിക്കുന്നു, പേരൊക്കെ ചോദിക്കുന്നു, ഹസ്ബൻഡ് എവിടെ, ഗൾഫിലാണ്. അപ്പോൾ പതുക്കെ ട്രാക്കിലോട്ട് കയറുന്നു. അല്ല മിനു, ഈ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ തനിയെ ജീവിക്കും, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കിട്ടാതിരിക്കുമ്പോൾ കലിപ്പ്. നമുക്ക് ചാൻസ് തരാൻ ആൾക്കാർ റെഡിയാ, ബെഡ് ഷെയർ ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ റെഡിയല്ലല്ലോ. ചാൻസ് കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ ദേഷ്യമാണെന്ന്. ശരിക്കും അത് റിവേഴ്സ് അടിക്കാം. പുള്ളിക്കാരൻ്റെ ആഗ്രഹം നടന്നില്ല, പുള്ളിക്കാരൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു, അത് സിനിമയിൽ ക്യാമറയുടെ മുമ്പിൽ.
ക്യാമറയുടെ പുറകിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചത് പുള്ളിയുടെ തെറ്റ്. 100% ഞാൻ യോജിക്കുന്നു. അടുത്തത് പിന്നെ മാമുക്കോയ അങ്കിളുടെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. സാർ ഇങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു. പിന്നീട് സാറിന്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു. സാറല്ലേ വാതിലോർക്കരി അച്ചോട്ടനാണ് കീലേരി. എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു മുഹബത്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാറ് സംസാരിച്ച് എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ലംബോ എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ, ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി. ആ വീക്കെൻഡ്സ് ജീവിതത്തിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയില്ല. ഡിൻഡോൾഫി സുഡോൾഫിയൊക്കെ ഇപ്പൊ അരഞ്ഞു പോയനെ. ഈ സുധീഷ് എന്ന നടൻ കുട്ടിക്കാലം മുതൽ സിനിമയുടെ ഭാഗമായ വ്യക്തിയാണ്. സുധീഷിനെ പോലുള്ള ആളിൽ നിന്നൊക്കെ ദുരനുഭവം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കോണ്ടസ്റ്റ് എങ്ങനെയാണ് താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്? സംസാരിച്ചിട്ടുണ്ട്, ഞാനും സംസാരിച്ച് ലാസ്റ്റിലേക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ്, ലീവാണ്, എങ്ങനെ നമുക്ക് ടൂറൊക്കെ പോയിട്ട് വരാം, അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സംസാരം തന്നെയാ വന്നത്. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മിസ്റ്റർ നടൻ ബാബുരാജ് എത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് എനിക്കിതിൽ വരാൻ ഒരു താല്പര്യം തോന്നിയത്. എന്ന് വെച്ചാല് അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം കിട്ടണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നടൻ ബാബുരാജിനെ പറ്റി നമുക്ക് പരസ്യമായ രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പരിഷ്കരണം അത് സിനിമാ രംഗത്ത് ആവശ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. അയ്യോ മറന്നുപോയി.